അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുക്കിംഗ് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇന്നില്ല. ഇന്നും നീ എവിടെ പോവാന്ന് വിചാരിക്കും. പക്ഷെ ഇന്നും ഞങ്ങൾക്ക് അമ്പലത്തില് ഇന്ന് പൊങ്കാലയായിരുന്നു. അപ്പൊ ആ പൊങ്കാലയുടെ കുറച്ച് വിശേഷങ്ങളും, അപ്പൊ ഇന്ന് പൊങ്കാല ആയതുകൊണ്ട് ഇന്നും ഉച്ചയ്ക്ക് പ്രസാദ കൂട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞെന്നാൽ നമുക്ക് ഇന്ന് അങ്ങോട്ട് പോകാം, ഇവിടെ പോയി കഴിക്കാന്ന് വെച്ചിട്ട് ഇന്നും അമ്പലത്തിൽ നിന്ന് കഴിക്കാന്ന് വെച്ചു. അങ്ങനെ 2 ദിവസം നമുക്ക് റെസ്റ്റ്. അപ്പൊ അമ്പലത്തിൽ ഇന്ന് തോറ്റമ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു. തോറ്റമ്പാട്ടെന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്കൊക്കെ അറിയാമായിരുന്നു, എനിക്കും അറിയാൻ വയ്യായിരുന്നു. ഇപ്പം ഈ 2 വർഷമായിട്ട് പൊങ്കാലയുടെ അന്ന് ഇവിടെ തോറ്റമ്പാട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടിട്ടുണ്ട്. അതിനു മുന്നിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയില്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രധാനമായിട്ടും പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു പായ്ക്ക് എന്നൊക്കെ പറഞ്ഞു തരാം. അത് നല്ല സൂപ്പറാണ്. എല്ലാരും പറയത്തില്ലേ, ചേച്ചി എന്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു, അങ്ങനെ ഇങ്ങനാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിഭവങ്ങളും പരാതികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ പരിഭവങ്ങളും പരാതികളും ഒക്കെ തീരട്ടെ. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു പായ്ക്ക് പറഞ്ഞു തരാം. പായ്ക്ക് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പം അത് എന്തായാലും ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അത് സൂപ്പറാണ്, അതൊന്ന് ചെയ്ത് നോക്കണം. ഇപ്പൊ ഡ്രൈ സ്കിന്നുള്ളവര് എന്ന് എടുത്ത് പറയുവല്ല, അത് ഡ്രൈ സ്കിന്നിനാണ് കൂടുതൽ ഇത്. പക്ഷെ ഡ്രൈ സ്കിന്നുകാർക്കും എല്ലാ സ്കിന്നുകാർക്കും ചെയ്യാൻ പറ്റും. എന്നാലും ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക് കൂടുതൽ അതൊരു എഫക്റ്റ് ആവും. പിന്നെ മറ്റ് സ്കിന്നിന് ഓയിലി സ്കിന്നും നോർമൽ സ്കിന്നും ഒക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ലല്ലോ. ഇത് അവർക്കും നല്ലത് തന്നെ. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞത് അവർക്ക് കൂടുതൽ അത് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ മകരമാസത്തിലെ ഭരണി നാളിലാണ് ഞങ്ങളുടെ അമ്പലമായ പഴവീട് ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. അപ്പം നമ്മുടെ അമ്പലത്തിലെ ഭണ്ഡാരടുപ്പിലെ ഇതാണ് പൊങ്കാലയാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പൊങ്കാല ഇട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ജലദോഷമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇടാൻ പോയില്ല, വെയിലൊക്കെ അല്ലേ. അപ്പം ഞാൻ ആ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മുടെ അമ്പലത്തിൽ നടന്ന പൊങ്കാല കാണിക്കണ്ടേ. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ആ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പൊങ്കാലയൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിനകത്തുനിന്ന് നമ്മളെ തീ പകർന്നായിരുന്നു പൊങ്കാല അടുപ്പിലേക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്ന് 8 മണിക്ക് തന്നെ പൊങ്കാല അടുപ്പ് കത്തിച്ചു. അപ്പൊ 8 കഴിഞ്ഞ് ഒരു 8:10 ആയപ്പോഴാണ് ഞാൻ അമ്പലത്തിൽ എത്തിയത്. എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങി. നമുക്കിത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും മാത്രമാണ് ഇടാതിരുന്നത്, ബാക്കി എല്ലാ വർഷവും ഞാൻ ഇട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വല്ലാതാവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് കൂടുതൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ പൊങ്കാല ഇടുക എന്നുള്ളത്. പിന്നെ ഞാൻ അവിടെ നമ്മുടെ അമ്പലത്തിൽ ഭണ്ഡാര അടുപ്പിൽ പൊങ്കാല ഇട്ടിട്ട് നമ്മൾ വഴിപാട് എഴുതിച്ചിട്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. എൻ്റെ ദൈവമേ, പ്രസാദം മേടിക്കാനുള്ള ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇടിയായിരുന്നു. പിന്നെ നമ്മൾ ഇടിക്കടെ കയറി പ്രസാദമൊക്കെ വാങ്ങിക്കാൻ നമ്മൾ പിന്നെ മിടുക്കികളാണല്ലോ അല്ലെ. അല്ലാണ്ട് മിടുക്ക് കാണിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങള് അപ്പം പൊങ്കാല തളിക്കുമല്ലോ. അപ്പൊ പൊങ്കാല തളിക്കാനായിട്ട് എത്തിയിട്ടില്ല. പൊങ്കാല പാകമായാലല്ലേ തളിക്കാനായിട്ട് എത്തത്തുള്ളൂ. അപ്പൊ പാകമാകാറായില്ല. ഇവിടെ പൊങ്കാല അപ്പം തിളച്ചതേ ഉള്ളു കേട്ടോ. തിളച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേകുമല്ലോ. ഇത് പെട്ടെന്ന് വേകുന്ന അരിയല്ലേ. അപ്പം എല്ലാവരുടെയും പൊങ്കാല തിളച്ചു. അപ്പം ഞാൻ ഇതൊക്കെ എടുക്കാനായിട്ട് ഞാനിങ്ങനെ
ഗ്രൗണ്ടിൽ ഇറങ്ങിയതാട്ടോ. നല്ല വെയിലാണ്, അടിപൊളി വെയിലാണ്. എന്നാലും ഞാൻ അതൊന്നും വകവയ്ക്കാതെ നമുക്കിത് കാണണ്ടേ, അപ്പം കണ്ടില്ലെങ്കിൽ എങ്ങനെയാ എന്നും വെച്ചിട്ട് ഞാൻ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി എടുത്തു. അപ്പം അവിടെ വേറെ ആരാണ്ടൊക്കെയോ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തോ വ്ളോഗർമാരാണോ എനിക്കറിയില്ല. അപ്പം താ നോക്കിയപ്പോൾ കുറേ സായിപ്പും മദാമയും വന്നിട്ടുണ്ട്, ബസ് നിറച്ചുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഞാനപ്പം അവരെ കണ്ടപ്പോൾ വീഡിയോ എടുത്തപ്പം എൻ്റെ എടുക്കുക എന്നും പറഞ്ഞിട്ട് ദാ വന്ന് നിന്നതാണ് ഒരു മദാമ. അപ്പം ദാ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ദാ പോയി നിൽക്കുന്ന രഘുചേട്ടൻ ദാ ഒരു മദാമയായിട്ട് ഭയങ്കര കത്തിയടി. നോക്കിയപ്പോഴത്തെ ഭയങ്കര സംസാരം കേട്ടോ. അപ്പൊ അവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഫോട്ടോ എടുക്കുക എന്നും പറഞ്ഞിട്ട്. നമുക്ക് തോറ്റമ്പാട്ട് കണ്ടിട്ടില്ലാത്തവര് കാണുമായിരിക്കും, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ തോറ്റമ്പാട്ടിടാം. അപ്പം നമുക്കത് തോറ്റമ്പാട്ടൊന്ന് കാണാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രസാദമൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. നമുക്കപ്പം തോറ്റമ്പാട്ട് കാണാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്യുന്നത് എന്തിനാന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫേസിലുള്ള അഴുക്കെല്ലാം നന്നായിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. ഇവിടെ ക്ലെൻസ് ചെയ്യാൻ എടുക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചാത്ത പാല്, നല്ല പച്ച പാല്. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും പാല് വെക്കല്ലേ, പാല് ചീത്തയായി പോകത്തില്ലേ. അപ്പൊ പാലും തേനുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലെൻസർ. പാലും തേനും അല്ലെ, പാലും തേനും. അപ്പം കുറച്ച് പാലെടുക്കുക, നമ്മുടെ ഫേസിന് എത്ര ആവശ്യമുണ്ടോ അത്രയും മാത്രം എടുക്കുക. അതിനകത്തോട്ടൊരു ശക്കലം തേനും കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടൺ എടുത്തിട്ട് അതിലോട്ട് ഇത് മുക്കിയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കഴിഞ്ഞല്ലോ ഒരു സ്റ്റെപ്പ്. എന്നിട്ട് നമ്മള് ഫേസ് ഒന്ന് നന്നായിട്ട് തുടയ്ക്കുക. അപ്പൊ ഒരു സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു, ക്ലെൻസിങ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം, സ്ക്രബ് ആണ്. സ്ക്രബ് ഞാൻ പറയും, എപ്പോഴും ഞാൻ പറയും, എല്ലാരും അടുപ്പിച്ച് സ്ക്രബ് ചെയ്യരുത്. ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക. മാസത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ സ്ക്രബ് ചെയ്യാവൂ. അപ്പൊ നമ്മളിവിടെ സ്ക്രബിന് എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിപ്പൊടിയും നമ്മുടെ വേറെന്ത് സാധനം എടുക്കേണ്ടതെന്നറിയോ, വെളിച്ചെണ്ണയും. കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയുമാണ് നമ്മൾ സ്ക്രബിന് എടുക്കുന്നത്. കാപ്പിപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കുക, വെളിച്ചെണ്ണ ഭയങ്കരമായിട്ട് ഒഴിച്ചു വിടരുത്. ആ കാപ്പിപ്പൊടി ഒന്ന് കുഴയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. മനസ്സിലായല്ലോ? ബട്ട് ഡ്രൈ സ്കിന്നിന് ഈ വെളിച്ചെണ്ണ സൂപ്പറാണ്. അതുകൊണ്ടാണ് നമ്മൾ കാപ്പിപ്പൊടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നത്. അപ്പൊ കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ടിട്ട് ഇങ്ങനെ അങ്ങ് ഉരച്ചൊരിക്കലും കളയരുത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഉരച്ചു കളഞ്ഞാല് നമ്മുടെ ഫേസിൽ ഇങ്ങനെ പോറലൊക്കെ വീഴും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് അതിനകത്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയുണ്ട്, അതനുസരിച്ച് നമ്മൾ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ക്രബിങ്ങും കഴിഞ്ഞു. എന്നിട്ട് ഫേസ് നന്നായിട്ട് പോയിട്ട് വാഷ് ചെയ്യുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്നുമില്ല, പറയാൻ മാത്രം ഒന്നുമില്ല, എങ്കിലും ഞാൻ പറഞ്ഞു തരാം. അതിന് മൂന്നാമത്തെ സ്റ്റെപ്പിന് നമുക്ക് എടുക്കേണ്ടത് കുറച്ച് തൈരാണ്. തൈരും നമ്മുടെ വീട്ടില് എപ്പോഴും ഉള്ള സാധനമാണ്. തൈര് എടുക്കുക. തൈരിലേക്ക് ഒരു നുള്ള് കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പൊ കസ്തൂരി മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധാരണ കറിക്കൊക്കെ എടുക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട് പാടില്ല. പിന്നെ ഇനിയിപ്പം നിങ്ങളുടെ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നാലും മറ്റേ മഞ്ഞൾ ചേർക്കണ്ട. അപ്പൊ നമുക്ക് തൈര് മാത്രം മതിയാകും. ഇതുണ്ടെങ്കിൽ ഇതും കൂടെ ചേർക്കുക. ഒരു നുള്ളേ ചേർക്കാവുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്കത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട്
അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ദാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാളൂ, ദാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാളൂ. അല്ലാണ്ട് ഇങ്ങോട്ട് മസാജ് ചെയ്ത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നെറ്റിയിലാണെങ്കിലും ദാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് അതൊരു 15 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കുക. 15 മിനിറ്റ് നമ്മൾ ഫേസിൽ വെച്ചതിന് ശേഷം കഴുകി കളയുക. അപ്പൊ കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന്റെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല അടിപൊളി സൂപ്പർ മാറ്റമാണ് ഉണ്ടാകുന്നത്. പിന്നെ ഡ്രൈ സ്കിൻ ആയിട്ടിരിക്കുന്നവരുടെ സ്കിന്നൊക്കെ ആകുമ്പോൾ നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല നോർമൽ സ്കിന്ന്, അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കത്തൊന്നുമില്ല. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല സൂപ്പറാകും, നല്ല സുന്ദരികളാകും. അപ്പം ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പം ഡ്രൈ സ്കിന്നിന് ഞാൻ അവർക്ക് മുൻഗണന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. നോർമൽ സ്കിന്നിനും ഒക്കെ ചെയ്യാവുന്ന കാര്യമായത്. ഓയിലി സ്കിന്നിനൊക്കെ ചെയ്യാം. അത് വേറെ ഒരു കാര്യങ്ങളും അതിനകത്ത് ചേർക്കുന്നില്ല. തൈര് നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ്. അപ്പൊ നല്ല ബ്രൈറ്റ്നസ്സും ഗ്ലോയും ഒക്കെ തരും. അതുപോലെ തന്നെയാണ് കാപ്പിപ്പൊടി, പാല്, തേന്, ഇതെല്ലാം അല്ലെ സൂപ്പർ സാധനങ്ങളാണ്. അപ്പം ഇത് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം. ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് അതിന്റെ എഫക്റ്റ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.